നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ബീഹാറിൽ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ നിയമസഭയിൽ വിശ്വാസ വോട്ട് നേടി. പ്രതിപക്ഷാംഗങ്ങളുടെ വാക്കൌട്ടിൽ പുതിയ സർക്കാർ 129 വോട്ടുകൾ നേടി. 5 RJD MLA-മാരും നിതീഷ് കുമാറിന് അനുകൂലമായി വോട്ട് ചെയ്തു. തൃപ്പൂണിത്തുറയിൽ പടക്കശാലയിലുണ്ടായ സ്ഫോടനത്തിൽ ഒരാൾ മരിച്ചു. 16 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റ ഒരാളുടെ നില ഗുരുതരം. തിരുവനന്തപുരം സ്വദേശി വിഷ്ണു എന്ന ആളാണ് മരിച്ചത്. സമീപത്തെ പുതിയകാവ് ക്ഷേത്രത്തിലെ ഉത്സവത്തിനായി കൊണ്ടുവന്ന പടക്കങ്ങൾ ഇറക്കുന്നതിനിടെ പൊട്ടിത്തെറിക്കുകയായിരുന്നു. പടക്കശാലയ്ക്ക് ലൈസൻസ് ഇല്ല എന്ന് കണ്ടെത്തി. വയനാട് മാനന്തവാടി പയ്യമ്പള്ളിയിൽ മധ്യവയസ്കനെ കൊലപ്പെടുത്തിയ കാട്ടാന ബേലൂർ മഖ്നയെ പിടികൂടാനുള്ള ദൌത്യം 2ാം ദിനത്തിൽ. ആന നിൽക്കുന്ന പ്രദേശം കണ്ടെത്തി. മണ്ണുണ്ടി ചെമ്പകപ്പാറ മേഖലയിലാണ് ആന നിലയുറപ്പിച്ചിരിക്കുന്നത്. സാഹചര്യം അനുകൂലമായാൽ മയക്കുവെടി വെക്കാനാണ് തീരുമാനം. വയനാട്ടിലെ കാട്ടാന ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കർണാടകയുമായി ചർച്ച നടത്താൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനം. ചീഫ് സെക്രട്ടറിയെ ഇതിനായി ചുമതലപ്പെടുത്തി. വയനാട്ടിലെ ജനപ്രതിനിധികളുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തും. അതേസമയം വയനാട്ടിലെ തുടർച്ചയായ വന്യജീവി ആക്രമണം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം സ്പീക്കർ തള്ളി. 3 മണിക്കൂർ കഴിഞ്ഞാണ് സിഗ്നൽ കിട്ടിയതെന്ന് വനം മന്ത്രി AK ശശീന്ദ്രൻ. ഒരു സംസ്ഥാനത്തെയും കുറ്റപ്പെടുത്തുന്നില്ല. ആശയവിനിമയത്തിലെ അപാകത പരിഹരിക്കാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ നേതൃത്വത്തിൽ 2 ദിവസത്തിനകം അന്തർ സംസ്ഥാന ഏകോപന സമിതി രൂപീകരിക്കുമെന്നും മന്ത്രി. വയനാട്ടിലെ കാട്ടാന ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിക്ക് കത്തയച്ച് വയനാട് MP രാഹുൽ ഗാന്ധി. വന്യമൃഗങ്ങളുടെ ആക്രമണം വയനാട്ടിലെ ജനങ്ങളുടെ ജീവനും ഉപജീവന മാർഗത്തിനും വലിയ നാശമാണ് വിതയ്ക്കുന്നത്. ഈ വിഷയം പലതവണ ഉന്നയിക്കപ്പെട്ടതാണെന്നും നടപടികൾ ഉണ്ടാകണമെന്നും പലതവണ ആവശ്യപ്പെട്ടതാണെന്നും കത്തിൽ രാഹുൽ ഗാന്ധി. സർക്കാരിനും വനം വകുപ്പിനുമെതിരെ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനി. വനം വകുപ്പ് സമ്പൂർണ്ണ പരാജയമാണ്. മനഃപൂർവ്വമുള്ള നരഹത്യയ്ക്ക് കൂട്ടുനിൽക്കുകയാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ ചെയ്തത്. കൊല്ലപ്പെട്ട അജീഷിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ മാത്രം നഷ്ടപരിഹാരം നൽകിയത് ലജ്ജാകരമാണെന്നും ജോസഫ് പാംപ്ലാനി. നിലമ്പൂർ കാളികാവ് ചിങ്കക്കല്ല് കോളനിക്ക് സമീപം വനത്തിനുള്ളിൽ കാട്ടാനക്കുട്ടിയുടെ ജഡം കണ്ടെത്തി. ഇന്നലെ രാത്രിയാണ് സംഭവം. നാട്ടുകാരാണ് ആനക്കുട്ടിയുടെ ജഡം ആദ്യം കണ്ടത്. തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചു. കടുവയുടെ ആക്രമണത്തിലാണ് ആനക്കുട്ടി ചരിഞ്ഞതെന്നാണ് വനംവകുപ്പിന്റെ നിഗമനം. വടകര മലയങ്ങാട് വീണ്ടും കാട്ടാനയിറങ്ങി. ഇന്ന് രാവിലെ 7 മണിയോടുകൂടിയാണ് കടയുടെ പരിസരത്ത് ഒറ്റക്കൊമ്പനെ കണ്ടത്. ആന റോഡിലൂടെ കൃഷിസ്ഥലത്തേക്ക് കയറിപ്പോയി. ഏതാനും ദിവസങ്ങളായി ഈ പ്രദേശത്ത് കാട്ടാന ശല്യം രൂക്ഷമാണ്. കഴിഞ്ഞ ദിവസം വീടുകൾക്ക് സമീപം എത്തിയ കൃഷിയും വ്യാപകമായി നശിപ്പിച്ചിരുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. തൃപ്പൂണിത്തുറ തെരഞ്ഞെടുപ്പ് കേസിൽ തൃപ്പൂണിത്തുറ MLA K ബാബുവിന് തിരിച്ചടി. എതിർ സ്ഥാനാർത്ഥിയായിരുന്ന M സ്വരാജ് നൽകിയ ഹർജി നിലനിൽക്കുമെന്ന കേരള ഹൈക്കോടതി വിധിക്കെതിരായ അപ്പീൽ സുപ്രീംകോടതി തള്ളി. മതചിഹ്നങ്ങൾ ഉപയോഗിച്ച് വോട്ട് പിടിച്ചെന്നാരോപിച്ചാണ് സ്വരാജ് ഹൈക്കോടതിയെ സമീപിച്ചത്. 992 വോട്ടിനാണ് തൃപ്പൂണിത്തുറയിൽ K ബാബുവിന്റെ വിജയം. കൊച്ചിയിൽ ബാറിൽ വെടിവെപ്പ്. ബാർ ജീവനക്കാരായ 2 പേർക്കാണ് വെടിയേറ്റത്. ബാർ മാനേജരെയും സംഘം മർദ്ദിച്ചു. സംഘം രക്ഷപ്പെട്ട കാർ മൂവാറ്റുപുഴ മുടവൂരിൽ നിന്ന് കണ്ടെത്തി. കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് ഭക്ഷ്യമന്ത്രി. കേന്ദ്രം ഭക്ഷ്യ പൊതുവിതരണ മേഖലയിൽ പല വിധത്തിൽ ഇടപെടുന്നു. ഭാരത് അരി കേന്ദ്ര സർക്കാർ നേരിട്ട് അവരുടെ ഏജൻസി വഴിയാണ് വിതരണം ചെയ്യുന്നത്. പ്രധാനമന്ത്രിയുടെ ചിത്രം സ്ഥാപിച്ചു നൽകുന്ന അരി വിതരണത്തിന്റെ റിപ്പോർട്ട് നൽകാൻ ഭക്ഷ്യവകുപ്പിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പ്രചാരണം സംസ്ഥാന സർക്കാർ പിന്തുണയ്ക്കുന്നില്ലെന്നും മന്ത്രി GR അനിൽ. ഭാരത് അരി വിതരണം തെരഞ്ഞെടുപ്പ് പ്രചാരണമാണെന്ന് മുഖ്യമന്ത്രി. വിയോജിപ്പ് കേന്ദ്ര സർക്കാരിനെ അറിയിക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും വിവരം ധരിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ.
CPM ലോക്സഭാ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് അടുത്ത സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ സ്ഥാനാർത്ഥി ചർച്ച നടക്കും. ഈ മാസം 16-നാണ് സെക്രട്ടേറിയറ്റ് ചേരുക. തെരഞ്ഞെടുപ്പിന് മുമ്പ് 2 മാസത്തെ ക്ഷേമ പെൻഷൻ നൽകും. തെരഞ്ഞെടുപ്പിൽ മികച്ച സാധ്യത ഉണ്ടെന്ന് സംസ്ഥാന സമിതിയുടെ വിലയിരുത്തൽ. NK പ്രേമചന്ദ്രൻ MPക്കെതിരെ CPM. പ്രധാനമന്ത്രി പ്രതിപക്ഷത്തു നിന്ന് വിരുന്നിന് ക്ഷണിച്ചത് പ്രേമചന്ദ്രനെ മാത്രം. ഭക്ഷണം കഴിക്കാൻ വിളിച്ചാൽ പോകാതിരിക്കുന്നത് തന്റെ സംസ്കാരമല്ല എന്നാണ് ന്യായീകരണം. മുഖ്യമന്ത്രി ക്രിസ്മസ് വിരുന്നിന് ക്ഷണിച്ചപ്പോൾ പ്രതിപക്ഷം ബഹിഷ്കരിച്ചത് ഏത് സംസ്കാരത്തിന്റെ ഭാഗമാണെന്നും CPM ചോദിച്ചു. വിവാദത്തിൽ പ്രേമചന്ദ്രനും കോൺഗ്രസും മറുപടി പറയണമെന്നും CPM ആവശ്യപ്പെട്ടു. പ്രേമചന്ദ്രനെ ന്യായീകരിച്ച് രമേശ് ചെന്നിത്തല. പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രിയെ കണ്ടതിൽ എന്താണ് തെറ്റെന്ന് രമേശ് ചെന്നിത്തല. പ്രധാനമന്ത്രി വിളിച്ചാൽ MPമാർ പോകില്ലേ? മുഖ്യമന്ത്രി വിളിച്ചാൽ ഞങ്ങൾ വരില്ലേ? നരേന്ദ്രമോദിക്ക് കസവുമുണ്ടും ആമാടപ്പെട്ടിയുമായി പോയത് മുഖ്യമന്ത്രിയാണ്. പ്രധാനമന്ത്രി കേരളത്തിൽ വന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ ബോഡി ലാംഗ്വേജ് കാണേണ്ടതായിരുന്നുവെന്നും രമേശ് ചെന്നിത്തല. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ, SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ, ധീവരസഭാ നേതാവ് V. ദിനകരൻ എന്നിവരുമായി നടത്തിയ കൂടിക്കാഴ്ച രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ചർച്ചയാകുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടത്തി BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ആലപ്പുഴ ജില്ലയിൽ പദയാത്രാ പര്യടനം നടത്തുന്നതിനിടെയായിരുന്നു കൂടിക്കാഴ്ച. എന്നാൽ സൗഹൃദ സംഭാഷണം ആയിരുന്നെന്നും രാഷ്ട്രീയം ചർച്ചയായില്ലെന്നും വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിച്ചു. ബജറ്റിൽ വകയിരുത്തിയ തുക അപര്യാപ്തമെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ നിയമസഭയിൽ. വിപണി ഇടപെടലിനു വേണ്ടി ബജറ്റിൽ വകയിരുത്തിയത് 15 കോടി രൂപയാണ്. എന്നാൽ ഇത് മതിയാവില്ലെന്ന് മന്ത്രി ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. പൊതുവിതരണ മേഖലയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകവെയാണ് മന്ത്രിയുടെ പരാമർശം. സംസ്ഥാന ബജറ്റിൽ റബ്ബർ വില കൂടിയതിനെ സ്വാഗതം ചെയ്ത് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനി. റബ്ബർ വില 10 രൂപ കൂട്ടിയത് പോസിറ്റീവായി കാണുന്നതായി ആർച്ച് ബിഷപ്പ്. കോവളം മുതൽ ബേക്കൽ വരെയുള്ള പശ്ചിമതീര ജലപാത പൂർത്തീകരിക്കാനുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി. കോവളം മുതൽ കൊല്ലം വരെയുള്ള ജലപാത ഈ വർഷം തന്നെ പൂർത്തീകരിക്കും. ഇത് ദേശീയ ജലപാതയാക്കാൻ കേന്ദ്രത്തോട് അനുവാദം തേടും. 614 കിലോമീറ്റർ വരുന്ന കനാൽ കടന്നുപോകുന്ന ബീച്ചുകളുടെ സാമ്പത്തിക വികസന സാധ്യതകൾ പഠിച്ച് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചു. BJP സംസ്ഥാന കാര്യാലയമായ മാരാർജി ഭവന്റെ നവീകരിച്ച കെട്ടിടത്തിന്റെ പാലുകാച്ചൽ ചടങ്ങ് നടന്നു. സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ, മുതിർന്ന നേതാവ് കുമ്മനം രാജശേഖരൻ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. BJP ദേശീയ നേതാക്കളുടെ സാന്നിധ്യത്തിൽ ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങ് വൈകാതെയുണ്ടാകും. ബഹുനില മന്ദിരത്തിൽ അറ്റകുറ്റപ്പണികൾ മാത്രമാണ് ഇനി പൂർത്തിയാകാൻ ഉള്ളത്. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കായി കേരള കോൺഗ്രസ് M ഒരുങ്ങുന്നു. പാർട്ടി സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം കോട്ടയത്ത് ചേർന്നു. കോട്ടയത്ത് തോമസ് ചാഴിക്കാടനെ തന്നെ മത്സരിപ്പിക്കാനാണ് ധാരണ. അന്തിമ തീരുമാനമെടുക്കാൻ ജോസ് കെ മാണിയെ ചുമതലപ്പെടുത്തി. KPCC പ്രസിഡന്റ് K. സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും നയിക്കുന്ന ജനകീയ പ്രക്ഷോഭയാത്ര വയനാട്ടിലേക്ക്. ജില്ലയിലെ സമ്മേളനത്തിൽ ദേശീയ സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കും. കർഷക തൊഴിലാളികൾ, തോട്ടം തൊഴിലാളികൾ, വന്യമൃഗശല്യത്തിന്റെ ഇരകൾ തുടങ്ങിയവരുമായി നേതാക്കൾ സംസാരിക്കും. വിദേശ സർവകലാശാലയിൽ ചർച്ച തുടരാൻ CPM. ഇടതുനയത്തിൽ വ്യതിയാനം ഉണ്ടായെന്ന വിമർശനത്തിന്റെ പശ്ചാത്തലത്തിലാണ് CPM പുനരാലോചന നടത്തുന്നത്. PB ചർച്ച ചെയ്ത ശേഷം മാത്രം തുടർ നടപടി മതിയെന്ന് തീരുമാനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വിഷയം PB പരിഗണിക്കും. വിഷയത്തിൽ നയപരമായി വിയോജിപ്പുണ്ടെന്ന് ബിനോയ് വിശ്വം MV ഗോവിന്ദനെ അറിയിച്ചു. ഖത്തറിൽ ജയിലിലായിരുന്ന ഇന്ത്യൻ നാവികരെ മോചിപ്പിച്ചു. 8 നാവികരിൽ 7 പേർ ഇന്ത്യയിൽ തിരിച്ചെത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ചാരവൃത്തി ആരോപിച്ച് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരുന്ന മുൻ നാവികസേനാ ഉദ്യോഗസ്ഥരെയാണ് മോചിപ്പിച്ചത്. ഇന്ത്യൻ സർക്കാർ ഇടപെട്ട് അവരുടെ ശിക്ഷ ജയിൽവാസമായി കുറച്ചിരുന്നു. ഇസ്രായേലിനു വേണ്ടി ചാരപ്രവർത്തനം നടത്തിയെന്നായിരുന്നു ആരോപണം. മോചിപ്പിക്കപ്പെട്ടവരിൽ ഒരാൾ മലയാളിയാണ്. ഡൽഹി ചലോ പ്രക്ഷോഭം പ്രഖ്യാപിച്ച കർഷക സംഘടനകളെ അനുനയിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ. ഇന്ന് വൈകിട്ട് കേന്ദ്രമന്ത്രിമാർ കർഷകരുമായി ചർച്ച നടത്തും. കേന്ദ്രമന്ത്രിമാരായ പീയൂഷ് ഗോയൽ, അർജുൻ മുണ്ട എന്നിവരാണ് ഛത്തീസ്ഗഡിൽ എത്തി കർഷക നേതാക്കളുമായി ചർച്ച നടത്തുക.
നാളത്തെ കർഷക സംഘടനകളുടെ ഡൽഹി ചലോ മാർച്ച് തടയാൻ സുരക്ഷ ശക്തമാക്കി ഡൽഹി പോലീസ്. വടക്ക് കിഴക്കൻ ഡൽഹിയിൽ നിരോധനാജ്ഞ ഏർപ്പെടുത്തി. സിംഘു, തിക്രി, ഗാസിപൂർ, ഷംഭു അതിർത്തികൾ അടയ്ക്കുകയും അവിടെ നിരോധനാജ്ഞ ഏർപ്പെടുത്തുകയും ചെയ്തു. മാർച്ച് നടക്കാനുള്ള സാധ്യത പരിഗണിച്ച് ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തി. ഭാരത് ജോഡോ ന്യായ് യാത്ര വെട്ടിച്ചുരുക്കിയേക്കും. ഉത്തർപ്രദേശിലെ പര്യടനം വെട്ടിച്ചുരുക്കി നിശ്ചയിച്ചതിലും നേരത്തെ യാത്ര അവസാനിപ്പിക്കുകയാണ് കാര്യമെന്ന് ആണ് കോൺഗ്രസ് ആലോചിക്കുന്നത്. രാജ്യസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി പട്ടിക ബിജെപി പുറത്തിറക്കി. ബിജെപിക്ക് രാജ്യസഭാ സീറ്റിലേക്ക് ഒഴിവുകൾ വന്നിട്ടുള്ളത് ബീഹാർ, ഛത്തീസ്ഗഡ്, ഹരിയാന, കർണാടക, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, പശ്ചിമ ബംഗാൾ സംസ്ഥാനങ്ങളിൽ. ഉത്തർപ്രദേശിൽ ഒഴിവ് വന്നിട്ടുള്ള 7 സീറ്റുകളിലേക്കും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഉത്തർപ്രദേശിലെ അമ്രോഹ ജില്ലയിലെ GRS നേതാവിനെയും ദത്തുപുത്രിയെയും കൊലപ്പെടുത്തിയതിന് മകൻ അറസ്റ്റിൽ. 42-കാരനായ ഇഷാങ്ക് അഗർവാളാണ് പിതാവ് യോഗേഷ് ചന്ദ് അഗർവാളിനെയും ദത്തുപുത്രി സൃഷ്ടിയെയും കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായത്. സ്വത്തിന്റെ പകുതി പിതാവ് സൃഷ്ടിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തതിന്റെ വൈരാഗ്യത്തിലാണ് കൊലപാതകം. മദ്രസ തകർത്തതിന് പിന്നാലെ കലാപം പൊട്ടിപ്പുറപ്പെട്ട ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനിയിൽ നിരോധനാജ്ഞയും ഇന്റർനെറ്റ് നിരോധനവും. കൂടുതൽ പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കടകമ്പോളങ്ങളും സ്കൂളുകളും കോളേജുകളും അടച്ചിട്ടിരിക്കുകയാണ്. 1000-ലേറെ പോലീസുകാരെ ഇവിടെ വിന്യസിപ്പിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്രയിലെ പൂനെയിൽ കൊതുക് ചുഴലിക്കാറ്റ്. പൂനെ കേശവ് നഗർ സ്വദേശി പകർത്തിയ ദൃശ്യം സമൂഹമാധ്യമങ്ങളിൽ വൈറലാണ്. മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയെയും പ്രധാനമന്ത്രിയെയും ടാഗ് ചെയ്താണ് രാകേഷ് നായക് എന്നയാൾ ദൃശ്യങ്ങൾ എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ചത്. പാകിസ്ഥാനിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ നടക്കവെ ബിലാവൽ ഭൂട്ടോയ്ക്ക് പ്രധാനമന്ത്രി സ്ഥാനം ആവശ്യപ്പെട്ട് പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി. നവാസ് ഷെരീഫിന്റെ PMLലുമായി നടത്തിയ ചർച്ചയിലാണ് ആവശ്യം ഉന്നയിച്ചത്. അതേസമയം സർക്കാരിന്റെ ഭാഗമാകില്ലെന്ന് ഇമ്രാൻഖാന്റെ പാർട്ടിയായ PTI വ്യക്തമാക്കി. ജനഹിതത്തെ കൊള്ളയടിച്ചാണ് സർക്കാർ ഉണ്ടാക്കുന്നതെന്ന് പാർട്ടി ആരോപിച്ചു.